ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചതിന് ശേഷം ജോലി ലഭിക്കുമോ എന്ന് ഒരുപാട് കുട്ടികൾ സംശയം ചോദിക്കാറുണ്ട്. അവർ ചോദിക്കുന്ന സംശയം വാലിഡ് ആണ്. കാരണം ഒരുപാട് പേര് ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്, അപ്പൊ കോമ്പറ്റീഷൻ കൂടുതലല്ലേ എന്നാണ് അവർ ചോദിക്കാറ്. ഡെഫിനറ്റ്ലി കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇന്നത്തെ മേഖല ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ബൂമിംഗ് ആണ്. സ്കിൽസ് ഉള്ള കുട്ടികളെയാണ് ഇന്ന് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിക്ക് വേണ്ടത്. പക്ഷേ ഈ ഒരു കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എത്ര പേർക്ക് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള അപ്രോച്ച് കിട്ടാറുണ്ട്? കുറെ കുട്ടികൾ ഈ ഒരു കോഴ്സ് ഓൺലൈൻ ആയിട്ടാണ് പഠിക്കുന്നത്. നമുക്ക് ഓൺലൈൻ ആയിട്ട് പഠിക്കുമ്പോൾ എത്ര നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് അതിന് ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കും? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ഒരു കുട്ടിക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. സെയിം നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാൻ എത്ര പേർക്ക് അത് കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ ഒരു പർച്ചേസ് സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് ഇത് സക്സസ് ആക്കാൻ സാധിക്കും? അത് ഡെഫിനറ്റ്ലി നമുക്ക് സക്സസ് ആക്കണമെങ്കിൽ നമുക്ക് അത് ചെയ്ത് പരിചയം വേണം. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആയിട്ടുള്ള കോൺവെർസേഷൻസ്, അതിനെക്കുറിച്ചുള്ള അവരുടെ എക്സ്പീരിയൻസ് ഷെയറിങ്, അതൊക്കെ ഇമ്പാർട്ട് ചെയ്താലേ നമുക്ക് അതനുസരിച്ച് ആ ഒരു ഫീൽഡിൽ നമുക്ക് എന്താ പറയുക ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരുപാട് സർട്ടിഫിക്കേഷനോട് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ അവരിൽ നിന്ന് എങ്ങനെ ഒരു മാറിട്ട് നിൽക്കേണ്ടത്? നമ്മളത് ഡെഫിനറ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് ഒരു പ്രോസസ്സാണ് CV ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ആദ്യം നമ്മൾ അവർ കാണുന്നില്ല, CV ത്രൂ ആണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കോഴ്സ് ചൂസ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ പ്രൊഫൈല് വേറിട്ട് നിൽക്കും. അതിനുശേഷം ബാക്കി നമ്മൾ ഇന്റർവ്യൂവിൽ നമ്മുടെ നോളജ് നമ്മൾ ഇമ്പാർട്ട് ചെയ്യുകയാണെങ്കിൽ, നോളജ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ഇംപ്രസ്ഡ്. അങ്ങനെയാണ് നമ്മളൊരു ഇന്റർവ്യൂ മേഖല ക്രാക്ക് ചെയ്ത് നമ്മൾ ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിക്ക് കടക്കാൻ പറ്റുന്നത്. പിന്നെ എല്ലാം നമ്മുടെ കയ്യിലാണ്. നമ്മൾ അവിടെ എത്രത്തോളം അതിന് എഫേർട്ട് ഇട്ട് നമ്മുടെ പ്രാക്ടിക്കൽ നമ്മൾ പഠിച്ച നോളജ് അതിനകത്ത് ഇമ്പാർട്ട് ചെയ്ത് നമ്മൾ ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ബൂം കൊണ്ടുവരുന്നു, അതനുസരിച്ച് നമ്മുടെ ഒരു എന്താ പറയുക ഈ ഒരു കരിയർ ഈ ഒരു ഫീൽഡ് നല്ലോണം ഉയർത്താൻ സാധിക്കും. നമുക്കറിയാം ഇപ്പോൾ ഹോസ്പിറ്റൽസ് എല്ലാം NABH സ്റ്റാൻഡേർഡ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കുട്ടികൾക്ക് ഈ NABH സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് അറിയാം? സോ ഡെഫിനറ്റ്ലി ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ NABH സ്റ്റാൻഡേർഡ്സ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്ലാസ്സസ് ഇതെല്ലാം ഉണ്ടോ എന്നും അതിനൊപ്പം തന്നെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഉള്ള ഒരു കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതും ഉറപ്പുവരുത്തുക. കാരണം ഇന്ന് നമ്മൾ ഇവിടെ മാത്രമല്ല ജോലിക്ക് സാധ്യത നോക്കുന്നത്, ഡെഫിനറ്റ്ലി വിദേശത്തും ഉണ്ട്. സോ രണ്ടിടത്തും നമുക്കത് ഒരുമിച്ച് പഠിച്ച് നേടണമെങ്കിൽ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം.